വർഗീസഹത എനിക്കും നിങ്ങൾക്കുമൊക്കെ തരുന്ന സാധ്യതകൾ ഒരു പട്ടാളക്കാരനും പരിശുദ്ധനാകാമെങ്കിൽ പ്രിയമുള്ളവരെ, നിയോഗങ്ങളുടെ പൂർണ്ണതയിലേക്ക് നടന്നെടുത്ത ജീവിതത്തെ തേജോമയമാക്കുമ്പോൾ ജീവിതത്തിൽ വലിയ വലിയ സാധ്യതകളുണ്ട്. തേജോമയമായ ഓർമ്മയാകാമെന്നുള്ളതാണല്ലോ ഈ പരിശുദ്ധൻ നമുക്ക് തരുന്ന അനന്തമായ സാധ്യതകൾ. അത് തന്നെയല്ലേ പ്രിയമുള്ളവരെ? കർത്താവിന് 12 ശിഷ്യന്മാരുണ്ട് എങ്കിലും അതിൽ 11 പേർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൾത്താരകൾ ഒരുങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ ത്രോണോസുകൾ ഒരുങ്ങിയെങ്കിൽ, ഒരു മനുഷ്യന് അക്കൽദാമയാ ഒരുങ്ങിയത്. അപ്പോൾ നമ്മുടെ സാധ്യതയായത് നമുക്ക് അൾത്താരകൾ വേണോ, അക്കൽദാമ വേണോ എന്നുള്ളത്. അതിനുവേണ്ടി പരിശുദ്ധ സഭ, ദൈവം തമ്പുരാൻ തന്നെ നേരിട്ട് ഈ പരിശുദ്ധമായ പെരുന്നാളുകൾക്ക് നമ്മളെ വിളിക്കുന്നു എന്നുള്ള വലിയ പശ്ചാത്തലങ്ങളിൽ നാം ആയിരിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദപശ്ചാത്തലം വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 35-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. അതിൻ്റെ ആദ്യ ഭാഗം മാത്രം. മലങ്കര നസ്രാണിയെ കണ്ടാൽ അറിയാം, അവൻ സുന്ദരനും സുന്ദരിയുമായി അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടേലും കൈയും വീശി, കൈ ഒന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ എന്താ, എങ്ങോട്ടാ? പ്രബോധന ശുശ്രൂഷ ശ്രവിക്കുവാനായിട്ടാണല്ലോ. ഭൂരിപക്ഷം ആളുകളുടെ വേദപുസ്തകം ഇല്ലാത്തത് കൊണ്ടും ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷങ്ങളായ ആളുകളുടെ മാത്രം വേദപുസ്തകം ഉള്ളത് കൊണ്ടും ആ വേദഭാഗം ഒന്നും കൂടെ വായിക്കാം. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. ഇത് മനോഹരമായ ഒരു സാക്ഷ്യമാണെന്ന് നമുക്കറിയാം. സ്വജീവിതത്തെക്കുറിച്ചും സഹജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള സാക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ട് സമകാലികമായ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സാക്ഷ്യം ആരെക്കുറിച്ചാണെന്ന് വേദഭാഗം വായിച്ചിട്ടുള്ള നമുക്കറിയാം. ഇതാരെക്കുറിച്ചാണ്, ആരാണ് പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാമല്ലോ. ബഥേലിലും ബഥാന്യയിലും ബത്സയിദയിലും ബത്വാഗയിലും ബത്ലഹേമിലും ഒക്കെ നീളുന്ന തമ്പുരാന്റെ 3.5 വർഷത്തെ പ്രേക്ഷിത ദൗത്യത്തിന് പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയാകുവാൻ പ്രവാചകന്മാർ വെളിപാടായി അവതരിപ്പിച്ച മശിഹായുടെ മനുഷ്യാവതാരത്തെ കാലിക സമൂഹത്തിന് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി പരിചയപ്പെടുത്തിയ അവസാന പ്രവാചകനായ സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ മനോഹരമായ സാക്ഷ്യമാണ് പ്രിയമുള്ളവരിത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു. ഇത് പറയുമ്പോൾ പരിശുദ്ധനായ യോഹന്നാൻ മബ്ദാനയുടെ മനോഹരമായ ഒരു ഛായാചിത്രം നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളറയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിചാരം. അബിയാക്കൂറിൽ സക്കറിയാവിൻ്റെയും അഹറോന്റെ വംശത്തിൽപ്പെട്ട എലിശുബയുടെയും ഒക്കെ വാർദ്ധക്യത്തിലെ പുത്രനായ സ്നാപക യോഹന്നാൻ ജന്മനാ പൗരോഹിത്യ പാരമ്പര്യമുള്ളവനെങ്കിലും ചരിത്രകാരുടെയും വേദപണ്ഡിതന്മാരുടെയും ഇടയിൽ യോഹന്നാൻ ഏത് വിഭാഗക്കാരനാണെന്നും ഏത് വംശജനെന്നും വ്യത്യസ്തവും വിഭിന്നമായ വാദഗതികൾ നിലനിൽക്കുമ്പോഴും സഭാചരിത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ജോസിഫസിന്റെ ചാവുകടൽ ചുരുളിനെ സംബന്ധിച്ച രചനകൾക്ക് കൂടുതൽ ആധികാരികത കൊടുത്തുകൊണ്ട് പറയട്ടെ, സ്നാപക യോഹന്നാൻ യഹൂദ മതത്തിന്റെ അവാന്തര വിഭാഗമായ ഒരു എസീനിയൻ വംശജനെന്നും അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിന്റെ ഏടുകളെ ചേർത്ത് വെച്ച് വായിച്ചു നോക്കുമ്പോൾ പഴയ നിയമത്തിലെ നാസി വ്രതത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള ജീവിത ശൈലിയുള്ള മനുഷ്യനാണ് പ്രിയമുള്ളവരെ. ആര് ആര് ഉറങ്ങരുത്, കണ്ണു തുറന്ന് നിങ്ങൾ ഉറങ്ങരുത്. കണ്ണു തുറന്ന് നിങ്ങൾ ഉറങ്ങിയാൽ ഉറങ്ങുന്നവരെ ആരാ ഉണർത്തുക? ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ? പ്രത്യേകിച്ച് ജന്മന പൗരോഹിത്യ പാരമ്പര്യമുള്ള മാതാപിതാക്കന്മാരുടെ മകനായി വാർദ്ധക്യത്തിൽ പൂജാതനായ സ്നാപക യോഹന്നാൻ പൗരോഹിത്യത്തിൽ അഭിരമിക്കുവാനൊന്നും ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ച് അദ്ദേഹം യഹൂദ മതത്തിന്റെ അവാന്തര വിഭാഗമായ എസീനിയൻ വംശജനെന്നും
പഴയ നിയമത്തിലെ നാസി വ്രതത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള ജീവിത ശൈലിയുള്ള മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ലുദിയ പ്രദേശത്തിന്റെ ഫലഭൂഷ്ടിക്കും യോർദാന്റെ പച്ചപ്പിനും അപ്പുറം വ്യതിരിക്തമായി ജീവിച്ച അസാധാരണമായ നിയോഗങ്ങൾ ഏറ്റെടുത്ത ഒരു സാധാരണ മനുഷ്യനായിരുന്നു സ്നാപക യോഹന്നാൻ. അങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സമൂഹത്തിന്റെ നടപടികൾക്കപ്പുറം വ്യതിരിക്തപരമായ ചില പാതകൾ ഈ മനുഷ്യൻ വെട്ടിത്തുറന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുത്ത 4 ദൈവീക നിയോഗം യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നിന്നും അടയാളപ്പെടുത്തിയിട്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ഒന്നാമത്, അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ് സ്നാപക യോഹന്നാൻ. എന്ന് പറഞ്ഞേ, അധരവും ഉദരവും തുറന്ന. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ എന്നെ പ്രസംഗത്തിന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ പുതുപ്പള്ളിക്കാരോട് എന്ത് ചോദിച്ചാലും അവർ ഉത്തരം പറയും. ഇത്രമാത്രം പാരമ്പര്യവും പ്രത്യേകിച്ച് പൗരാണികമായ ബോധവുമൊക്കെയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വേദശാസ്ത്രവും വേദപുസ്തകവും ക്രിസ്തു വിജ്ഞാനവും സഭാചരിത്രമൊക്കെ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളുകളാണ് പുതുപ്പള്ളിക്കാരെന്നുള്ളത് അച്ഛൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം അച്ഛൻ ചോദ്യം ചോദിക്കാനെന്നാ പറഞ്ഞത്. അച്ഛൻ തള്ളിയതാണോ സത്യമാണോ എന്നുള്ളത് 1 മണിക്കൂറിന് ശേഷം നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് യോഹന്നാന്റെ 1-ാം നിയോഗം അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണ്. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാൻ യെരൂശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പൗരോഹിത്യ മര്യാദ പ്രകാരം തനിക്ക് നെർക്ക് വീണതനുസരിച്ച് ധൂപകലശം ഏന്തിക്കൊണ്ട് സക്കറിയ പുരോഹിതൻ ഇങ്ങനെ കയറി ചെല്ലുകയാ. ഒന്നിനായി അച്ഛൻ ആമുഖ സന്ദേശത്തിൽ യെരൂശലേം ദേവാലയത്തെ പറ്റിയൊക്കെ പറഞ്ഞു. നമുക്കറിയാം, ഈ യഹൂദനും ശമര്യനും തമ്മിൽ ആജന്മ ശത്രുക്കളാ. കാരണം എന്താ? ഇന്ത്യയും പാകിസ്ഥാനും പോലെ, യുക്രൈനും റഷ്യയും പോലെ സഹപാഠ്യ മത്സരമൊക്കെ വരുമ്പോൾ പുതുപ്പള്ളിക്കാരും തൊട്ടടുത്തുള്ള വേറെ നിലക്കൽ പള്ളിക്കാരും പോലെ ആജന്മ ശത്രുക്കളാ. കാരണം എന്താ? ഈ യെരൂശലേം ദേവാലയമായി പലവിധമായ കാരണങ്ങളുണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ യെരൂശലേം ദേവാലയമായി ബന്ധപ്പെട്ട എന്താ? യഹൂദന്മാർ പറയുന്നു, ഭൂമിയിൽ എവിടെയും ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അതെവിടെയാണെന്ന യെരൂശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്താണെന്ന് പറയുമ്പോൾ ശമര്യൻ പറയുന്നു, എവിടാന്ന്? ഗെരിസിം മലയുടെ മുകളിൽ. അമ്മച്ചി ഇതൊക്കെ ഒന്ന് കുറിച്ചിട്ട് കഴിഞ്ഞാൽ കൊച്ചുമക്കളൊക്കെ ആകുമ്പോൾ ഇടാൻ പറ്റിയ പേരാ. എവിടാ? ഗെരിസിം മലയുടെ മുകളിലാണെന്ന് ശമര്യൻ പറയുന്നു. യെരൂശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പൗരോഹിത്യ മര്യാദ പ്രകാരം തനിക്ക് നെർക്ക് വീണതനുസരിച്ച് ധൂപകലശം ഏന്തിക്കൊണ്ട് സക്കറിയ പുരോഹിതൻ കയറി ചെല്ലുകയാണ്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ വാർദ്ധക്യത്തിൽ ഇങ്ങനെ പൗരോഹിത്യ മര്യാദകൾ അനുഷ്ഠിക്കുവാൻ, ആചാരത്തെ നൽവരം അനുഷ്ഠിക്കുവാൻ കയറി ചെല്ലുമ്പോൾ ചില നൊമ്പരങ്ങളും നെരിപ്പോടുകളും പ്രതികൂലമായ അനുഭവങ്ങളും ഒക്കെയുണ്ട്. കാരണം എന്താ? കാരണം വാർദ്ധക്യത്തിലും തനിക്കൊരു കുഞ്ഞ് ഉണ്ടായില്ല എന്നുള്ളതാ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം, ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഷങ്ങൾ ഇങ്ങനെ പോകും തോറും സങ്കടമാ കുഞ്ഞുങ്ങളുണ്ടായില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ സക്കറിയാവിനെയും എലിശുബയെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കടത്തിന് ഇരട്ടി ആഘാതമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം യഹൂദ മതത്തിന്റെ രീതി അനുസരിച്ച് പൗരോഹിത്യം തലമുറ കൈമാറേണ്ടതാണ്. അപ്പോൾ തനിക്കൊരു കുഞ്ഞുണ്ടായില്ല എന്നുള്ളത്, വാർദ്ധക്യമായിട്ടും തനിക്കൊരു ഉണ്ടായില്ല എന്നുള്ളത് സക്കറിയാവിനെ സംബന്ധിച്ചിടത്തോളം, എലിശുബയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം. രണ്ടാമത് ഈ സങ്കടത്തിന് ഇരട്ടി ആഘാതം ഉണ്ടാക്കാൻ കാരണം എന്താ? തൻ്റെ പൗരോഹിത്യം കൈമാറുവാൻ ഒരു അനന്തര തലമുറ ഉണ്ടായില്ല എന്നുള്ളതാ. ഈ വലിയ സങ്കടമായി, ഈ വലിയ രോദനമായി സക്കറിയ പുരോഹിതൻ എവിടേക്ക് കയറി ചെല്ലുകയാ? ഭൂമിയിൽ എവിടെയും ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ അത് യെരൂശലേം ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്താണെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന താഴെ നിൽക്കുന്ന യഹൂദ മതജീവിതത്തിന് വേണ്ടി ധൂപമർപ്പിക്കുവാൻ, അവരുടെ ആരാധനകളുടെ അചഞ്ചലപരമായ, അവരുടെ വിശ്വാസത്തിന്റെ മകുടമായ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചില സങ്കടങ്ങളുണ്ട് ഈ മനുഷ്യന്. അപ്പോഴാണ് സുവാർത്താദൂതുമായി ദൂതത്തലവനായ
ഗബ്രിയേൽ കടന്നു വരുന്നത്. എന്നിട്ടോ തനിക്ക് വാർദ്ധക്യത്തിൽ ഒരു പുത്രൻ ജനിക്കുമെന്നുള്ളതാണ്. സക്രിയാവിന് ആ സന്ദേശം ഉൾക്കൊള്ളാൻ സാധിച്ചോ? ഇല്ല പ്രിയമുള്ളവരെ, സംശയം. സക്രിയാവിനല്ല, ലോകത്തിൽ ഏതൊരു ഭർത്താവിനാ പ്രിയമുള്ളവരെ അത് വിശ്വസിക്കുവാനായി സാധ്യമാവുക? അമ്മയാകാനുള്ള കഴിവ് തൻ്റെ ഭാര്യ എലിസബെക്ക് കാലം കവർന്നെടുത്ത കാലത്ത് സുവാർത്ത ദൂതുമായി കടന്നു വരുന്ന ദൂതത്തലവനായ ഗബ്രിയേലിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ സക്രിയ പുരോഹിതന് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തൻ്റെ നാവിന് ബന്ധനം സംഭവിച്ചു. താഴെ നിൽക്കുന്ന ദൈവജനത്തെ വിശ്വാസത്തിന്റെ ഔന്നത്യത്തിലേക്ക് നയിക്കുകയും ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവീക അനുഗ്രഹങ്ങളെ താഴെ നിൽക്കുന്ന വിശ്വാസികളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ട മധ്യവർത്തിയായി നിൽക്കേണ്ട പുരോഹിതന് ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വിശ്വാസരാഹിത്യം. കാരണം സുവാർത്താദൂതുമായി കടന്നു വരുന്ന ദൂതന്റെ സന്ദേശത്തിന്റെ മുമ്പാകെ ഈ മനുഷ്യന് വിശ്വാസരാഹിത്യം. അതുകൊണ്ട് തൻ്റെ നാവിന് സംസാര ശക്തി അറ്റുപോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സക്രിയ പുരോഹിതന്റെ വിശ്വാസ ജീവിതത്തെ പറ്റിയും വിശ്വാസരാഹിത്യത്തെ പറ്റിയുമൊക്കെ വാചാലമായി ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം എങ്ങനെയാണ്? ചില സമയത്ത് പാരസെറ്റാമോളിലും വിക്സിലും അമൃതാഞ്ജലിലും ഒക്കെ പുലർത്തുന്ന വിശ്വാസം നമുക്ക് ദൈവത്തിലുണ്ടോ പ്രിയമുള്ളവരെ? ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വരണമെന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഔന്നത്യം അല്ലയോ? ഞായറാഴ്ച രാവിലെ പള്ളി വരാതിരിക്കാൻ അന്ന് രാവിലെ പെയ്യുന്ന ഒരു ചാറൽ മഴയോ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു മൂക്കടപ്പോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പള്ളിയിലൊന്നും പോവുകയില്ല. ആ നമ്മളാണ് ഈ മനുഷ്യൻ്റെ വിശ്വാസരാഹിത്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും സ്ത്രീകളാണല്ലോ. സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് അടുക്കള. ദൃശ്യമാധ്യമങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഒരു പൊതു തത്വം എന്നൊക്കെ ഉള്ളൂ. എനിക്കറിയാം സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് അടുക്കള എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടെ തടയും. എന്നാലും അടുക്കളയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പേരെന്താ? പിച്ചാത്തിയോ? അത് അച്ചായന്മാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒന്ന് പേടിപ്പിക്കാനല്ലയോ? തവി. അതെ, മോൻ പാത്രം ഉപയോഗിക്കുന്നത് ചിലവർ തവി, ചിലർ പിച്ചാത്തി, ചിലർ വെള്ളം ഒക്കെയാ. തവിയുടെ അവസ്ഥയാ പലപ്പോഴും നമുക്ക്. സാമ്പാറിൽ ഇളകുന്ന തവി തന്നെ കഴുകി രസത്തിലിടും, ആ തവി തന്നെ കഴുകി മോരിലിടും, ആ തവി തന്നെ കഴുകി പായസത്തിലിടും. പല കറിയിൽ ഇളകുന്ന തവിക്ക് രുചിയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ പല അവസ്ഥകളും. പെരുന്നാളുകൾക്ക് വരുന്നു, നോമ്പ് നോക്കുന്നു, ദണ്ഡനമസ്കാരം അനുഷ്ഠിക്കുന്നു, ആചാര നൽവരത്തുനിന്ന് സ്വായത്തമാക്കുന്ന ദൈവിക ചൈതന്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സിംഹഭാവവും മാറ്റിയെന്നൊക്കെ ഞാനും നിങ്ങളുമൊക്കെ അവകാശപ്പെടുന്നു. പുതുപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് നീണ്ട ആഴ്ചകൾ നടക്കുന്ന ഏറ്റവും ഭക്തിപൂർവമുള്ള വലിയ പെരുന്നാളുകൾക്ക് നമ്മുടെ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസം എവിടെയാണ് എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. വിശ്വാസ ജീവിതത്തെ പറ്റി ആകാംക്ഷപൂർവ്വം നമ്മൾ എന്ത് ചെയ്യും? പ്രെസ്ബിറ്റേറിയൻ, പെന്തക്കോസ്, പ്രൊട്ടസ്റ്റന്റ്, കൾട്ടിക്, കരിസ്മാറ്റിക് വിഭാഗത്തിലേക്കൊക്കെ ഒന്ന് ചേക്കേറിയാൽ എന്താ എന്നൊക്കെ ചില സമയങ്ങളിലൊക്കെ നോക്കും. നമുക്കറിയാം പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പീറച്ചെറുക്കനെന്ന് ഞാനും നിങ്ങളുമൊക്കെ വിളിച്ച ദാവീദ് ഗോലിയാത്തിന്റെ വലിപ്പത്തിലേക്കോ ഫെലിസ്ത്യ മല്ലന്മാരുടെ ആർത്തിരമ്പങ്ങളിലേക്കോ ഒന്നുമല്ല നോക്കിയത്. പിന്നെയോ ദൈവ സാന്നിധ്യങ്ങളിലേക്ക് നോക്കി 5 വെള്ളാരം കല്ലുകൾ എടുത്തുകൊണ്ട് ഫെലിസ്ത്യരെ തകർക്കുന്നതാ കാണുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഔന്നത്യത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ സാധ്യമാവേണ്ടിയിരിക്കുന്നു. ഒന്നാമത്, പ്രത്യേകിച്ച് യോഹന്നാൻ സ്നാപകന്റെ ജനനമാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം നിയോഗം അടയാളപ്പെടുത്തുന്നത്. അടഞ്ഞുപോയി എന്ന് പറഞ്ഞ തൻ്റെ മാതൃഗർഭം തുറക്കുകയായിരുന്നു. മാതാവിൻ്റെ ഉദരത്തിൻ്റെ താക്കോലാകുന്നു സ്നാപക യോഹന്നാൻ ജനിച്ചത് വഴി. അതോടൊപ്പം തന്നെ തൻ്റെ മകന്റെ പേര് ഒരു പലകയിൽ എഴുതുമ്പോൾ അറ്റുപോയ സംസാര ശേഷി സക്രിയ പുരോഹിതന് വീണ്ടെടുക്കുന്നു. അതെ, യോഹന്നാന്റെ ഒന്നാം നിയോഗം അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോൽ. രണ്ടാമത് യോഹന്നാന്റെ നിയോഗം അറിഞ്ഞ സത്യത്തെ
അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ഒന്ന് പറഞ്ഞേ. അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും വെട്ടിക്കിളിയും കാട്ടുതേനും ഭുജിച്ച് മണലാരണ്യത്തിൽ സഞ്ചരിച്ച് കർത്താവിൻ്റെ പാതയൊരുക്ക എന്ന ദൈവ നിയോഗം ഏറ്റെടുത്ത് സാമൂഹ്യ പരിവർത്തനത്തിന് ഉപോത്ബലകമായ കരുത്തുറ്റ ശബ്ദവും അനുതാപത്തിൻ്റെ വാക്കുകളുമായി സമൂഹ മധ്യത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന സ്നാപകന്റെ വാക്കുകളെന്താ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ സഭ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോൾ ആമുഖ അപേക്ഷ പ്രാർത്ഥനയിൽ പുരോഹിതൻ വിളിച്ചു പറയുന്നുണ്ട്, എന്താ? നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളതും. സ്വർഗം സമീപിച്ചിരിക്കുന്നു. താൻ അറിഞ്ഞ വലിയ സത്യം ക്രിസ്തു ദൈവമാണെന്നും അവൻ ദൈവപുത്രനാണെന്നും അവൻ സാക്ഷാൽ മശിഹയാണെന്നും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവാനുള്ള വലിയ സത്യമാണ് പ്രിയമുള്ളവരെയും ഈ മനുഷ്യൻ സമൂഹത്തിന് പഠിപ്പിക്കുവാനായിട്ട് അശ്രദ്ധിക്കുന്നതും. പിന്നാലെ വരുന്നവൻ വലിയവനാണെന്നും അവൻ സത്യമാണെന്നും അവൻ മശിഹയാണെന്നും സ്വർഗം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഈ മനുഷ്യന് പറയുവാനായിട്ട് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ആരാധന വേദശാസ്ത്രങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം നാം കൊടുക്കുന്നത് ആർക്കാണെന്ന് നമുക്കറിയാമല്ലോ. ആർക്കാ? യോഹന്നാൻ മബ്ദാനയ്ക്ക. കാരണം അതിന് പൗരസ്ത്യ സഭയുടെ സുറിയാനി പിതാക്കന്മാർ അടയാളപ്പെടുത്തും, നീതിസൂര്യനായ ക്രിസ്തുവിന് മുമ്പേ ഉദിച്ചുയർന്ന ഉദയ നക്ഷത്രം എന്നാണ് സ്നാപകനെ വിളിക്കുന്നത്. ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ, അവന് നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ, അവന് പാതയൊരുക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യന്റെ വലിയ നിയോഗം. നമ്മൾ പുതുപ്പള്ളിയിൽ മനോഹരമായി നമ്മുടെ കൊടി ഉയർത്തി, അല്ലയോ? പ്രത്യേകിച്ച് മലങ്കര സഭയിൽ ഒരിടത്തും ഇല്ലാത്ത തരത്തിൽ എത്രമാത്രം സൗന്ദര്യത്തോടു കൂടിയാണ് പുതുപ്പള്ളിയുടെ കൊടി ഉയരുന്നു എന്നുള്ളത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്തിൻ്റെ പ്രതീകമാ കൊടി? എന്തിൻ്റെ പ്രതീകമാ? സ്ലീബായുടെ ആണോ? സ്ലീബായുടെയുമാണ്. എങ്കിലും പ്രത്യേകിച്ച് ആരാധനാ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നു, പ്രത്യേകിച്ച് യോഹന്നാൻ സ്നാപകനെ ഓർക്കുന്ന വലിയ പ്രതീകമാ നമ്മുടെ കൊടികളൊക്കെ. അതുകൊണ്ടാണ് പൗരസ്ത്യ സഭയുടെ കൊടികളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കൂ. ശിരസറ്റുപോയ കൊടികളാണ്, ശിരസില്ലാത്ത കൊടികളാണ് നമ്മൾ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ കൊടി ഉയർത്തുമ്പോൾ ആ ഗീവർഗീസഹതയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് കൊടിയുയർത്തുമ്പോഴും ഗീവർഗീസഹതയുടെ മധ്യസ്ഥയെ നമ്മൾ യാചിക്കുന്നതോടൊപ്പം തന്നെ യോഹന്നാൻ മബ്ദാനെയും ഓർക്കണമെന്നൊക്കെ തന്നെയാണ് നമ്മുടെ പൂർവിക പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ പെരുന്നാളിന് വേണ്ടിയാണ് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അവന് മുന്നോടിയായ യോഹന്നാൻ മബ്ദാനയുടെ പ്രതീകമായ കൊടികളാണ് നമ്മൾ ഉയർത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി മനസ്സിലാക്കണം, പിന്നാലെ വരുന്നവൻ വലിയവനാണെന്നും അവൻ സത്യമാണെന്നുമാണ് ഈ മനുഷ്യന് പറയുവാനായിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ അതിരുകൾക്കപ്പുറം, ലോകത്തിൻ്റെ അതിർത്തികളുടെ അപ്പുറത്തേക്ക് പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് ക്രൈസ്തവരായ നമുക്ക്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളെയെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുവാൻ സാധിക്കുന്നുണ്ടോ ഈ വിശ്വാസത്തിലേക്ക്? പ്രത്യേകിച്ച് യോഹന്നാൻ സ്നാപകന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പറയേണ്ടി വരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ഫ്രീക്കൻ എന്നുള്ള പദം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഫ്രീക്കൻ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ യുവാക്കൾക്കൊക്കെ അത് അല്പം കൂടെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഇവിടുത്തെ അച്ഛന്മാരൊന്നും വലിയ വിഷയം ഉണ്ടാക്കിയില്ലേ? ഒരു കാര്യം പറയാം, വേദപുസ്തകത്തിലെ ഒരു ഫ്രീക്കനായ മനുഷ്യൻ ആര്? സ്നാപക യോഹന്നാൻ. ഫ്രീക്കൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്കറിയാം. എന്താ? പുതിയ പ്രവണതകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മനുഷ്യൻ എന്നുള്ളതാണ്. അന്ന് വരെ സമൂഹത്തിൽ നിലനിൽക്കാത്ത വ്യത്യസ്തപരമായ രീതിശാസ്ത്രങ്ങളെ എടുത്തണിയുക എന്നുള്ളതാണ്. നാം മനസ്സിലാക്കുന്ന രീതിശാസ്ത്രങ്ങൾക്ക് വിരോധാഭാസമായി താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തുകയും ടീഷർട്ടിൽ എന്നെ തല്ലണ്ട അമ്മായി ഞാൻ നന്നാവുകയില്ല എന്നൊക്കെ എഴുതി വെച്ച് നടക്കുന്ന നമ്മുടെ യോയോ പിള്ളേരെയാണ് ഫ്രീക്കൻ എന്ന് വിളിക്കുക. സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ പ്രവണതകളെ ജീവിതത്തിൽ സാംശീകരിക്കുക എന്നുള്ളതാണ്.
സ്നാപക യോഹന്നാൻ്റെ ജീവിതം മുഴുവനും വ്യത്യസ്തമല്ലേ? ആ മനുഷ്യൻ്റെ ആഹാരം എന്താ? വെട്ടുക്കിളിയും കാട്ടുതേനും. അന്ന് വരെ വേദപുസ്തകത്തിൽ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെന്നൊന്നും പറയാതെ കഴിച്ചിട്ടുണ്ട്. മരുഭൂ യാത്രയിൽ ആര് കഴിച്ചിട്ടുണ്ട്? ഇസ്രായേൽ മക്കളും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില പെറുവിറുപ്പുകളൊക്കെ ഉണ്ടായെന്നും നമ്മൾ വായിച്ചിട്ടുമുണ്ട് പഴയ നിയമത്തിൽ. എന്നാൽ അത് മാത്രം കഴിച്ച ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്ന മനുഷ്യനാണ് സ്നാപകൻ എന്നാ പറയുക. ഏലിയാവ് കഴിച്ചതോ? നല്ല ഒന്നാന്തരം അടയും അപ്പവും ഇറച്ചിയും ഒക്കെയാണ് ഏലിയാവ് കഴിച്ചത്. സ്നാപക യോഹന്നാൻ കഴിച്ചതോ? വെട്ടുക്കിളിയും കാട്ടുതേനും. വെട്ടുക്കിളി എന്താ? ഒരു തരം കിളി ആണോ? അല്ല, ഒരു തരം കാട്ടുകിഴങ്ങ. പ്രത്യേകിച്ച് നാസി വ്രതക്കാരനാ. മാംസാഹാരം പോയിട്ട് മുന്തിരിയുടെ ചാറ് പോലും ഈ മനുഷ്യന് ഉപയോഗിക്കാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് വെട്ടുക്കിളി ഒരു തരം കാട്ടുകിഴങ്ങാണ്. ഈ മനുഷ്യൻ ഭുജിച്ചതെന്താ, ഭക്ഷിച്ചതെന്താ? വെട്ടുക്കിളിയും കാട്ടുതേനും. ആഹാരം അന്ന് വരെ ഈ ആഹാരം മാത്രം ശീലിച്ച ആരെയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പുസ്തകങ്ങൾ വായിച്ചാലും നമുക്ക് കാണുവാൻ സാധ്യമല്ലല്ലോ. ആഹാരം വ്യത്യസ്തമല്ലേ? ആണോ? ഇനി വേഷവിധാനമോ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. പ്രത്യേകിച്ച് എലിയാവിൻ്റെ ആത്മാവോടുകൂടി വരുന്ന മനുഷ്യനാണ് സ്നാപകനെങ്കിലും ഏലിയാവിൻ്റെ വേഷത്തെ പറ്റിയൊന്നും 1 രാജാക്കന്മാർ 17 അധ്യായത്തിലാണല്ലോ ഏലിയാവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഗിലെയാദിലെ തിസ്ബിനായ ഏലിയാവ് എന്നൊക്കെ പറയെങ്കിലും അദ്ദേഹത്തിൻ്റെ വേഷവിധാനത്തെ പറ്റിയൊന്നും അവിടെ വാചാലമായിട്ടില്ല. അപ്പോൾ ഒരു പുതപ്പുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ആ പുതപ്പ് ഏലിശായ്ക്ക് കൊടുത്തു എന്നൊക്കെ നമുക്കറിയാമല്ലോ. എങ്കിലും സ്നാപക യോഹന്നാൻ്റെ വേഷം ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. അന്ന് വരെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ ആഹാരം വ്യത്യസ്തം, വേഷം വ്യത്യസ്തം. ഇനി ഈ മനുഷ്യൻ്റെ പ്രസംഗമോ സഹപാഠ്യ മത്സരങ്ങൾക്കൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ലക്ഷണമൊത്ത പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ 10% ഇൻട്രൊഡക്ഷൻ, എന്താ? ആമുഖം. 75% കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം. ബാക്കി വരുന്ന 15% കൺക്ലൂഷൻ, നിഗമനങ്ങൾ. യോഹന്നാൻ്റെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നോ? കൺക്ലൂഷൻ ഉണ്ടായിരുന്നോ? കണ്ടന്റ് മാത്രമേ ഉള്ളായിരുന്നു. ഉൾക്കാമ്പുകൾ മാത്രമേ ഈ മനുഷ്യന്റെ പ്രസംഗത്തിനുള്ളായിരുന്നു. എന്താ പ്രസംഗിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക എന്ന് തന്നെയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അറിഞ്ഞ വലിയ സത്യത്തെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സ്നാപക യോഹന്നാന്റെ നിയോഗം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്നാപകൻ താൻ അറിഞ്ഞ വലിയ സത്യം ക്രിസ്തു ദൈവമാണെന്നും സ്വർഗം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ആത്മാവിൽ വളരുക എന്നുള്ളതാണ്. ഇത് തൻ്റെ അനന്തര തലമുറകളിലേക്ക് പകർന്നു കൊടുത്തു. തന്നെ കേൾക്കുവാൻ വന്നിരിക്കുന്ന ആളുകളോട് ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, നമുക്ക് ഈ നിയോഗങ്ങൾ ഏറ്റെടുക്കണ്ടേ? സാധ്യമാവുന്നുണ്ടോ? ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മതജീവിതം നയിക്കുന്ന നമുക്ക് നമ്മുടെ തലമുറകളിലേക്ക് നാം അറിഞ്ഞ വലിയ സത്യത്തെ പകർന്നു കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമാകേണ്ട മാതാപിതാക്കന്മാർക്ക് സാധ്യമാവുന്നുണ്ടോ? ആത്മാർത്ഥമായി ഈ പുതുപ്പള്ളി ദേവാലയത്തിൻ്റെ കമനീയമായ ഉള്ളറയിൽ നിന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും ശാന്തമായി വിറങ്ങലിപ്പിക്കേണ്ട ചിന്തയാ, അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാവുന്നുണ്ടോ? കൗദാശിക അനുഭവങ്ങളിലൂടെ നാം അറിഞ്ഞ വലിയ സത്യമുണ്ട്. തിരുസഭയുടെ അനുഷ്ഠാനങ്ങളിലൂടെ നാം അറിഞ്ഞ സത്യങ്ങളുണ്ട്. തിരുവചന പാരായണങ്ങളിലൂടെ നാം അറിഞ്ഞ വലിയ സത്യങ്ങളുണ്ട്. തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമാവേണ്ട മാതാപിതാക്കന്മാർക്ക് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അത് സാധ്യമാവുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ശീലിച്ച താൻ അറിഞ്ഞ വലിയ സത്യത്തെ, ഈ സഭയുടെ അനുഭവത്തെ, നോമ്പിനെ, പ്രാർത്ഥനയെ, ദണ്ഡനമസ്കാരത്തെ, ആചാര നൽവരത്തുനിന്ന് സ്വായത്തമാക്കുന്ന ദൈവീക കൃപകളെ തലമുറ കൈമാറിയ പ്രതിജ്ഞാബദ്ധരായ പൂർവീക മാതാപിതാക്കന്മാർ മലങ്കര സഭയ്ക്ക് ഉണ്ട്. പ്രിയമുള്ളവരെ, അതിൻ്റെ ദീപ്ത ഉദാഹരണമാ നമ്മുടെ തൊട്ടടുത്തുള്ള ദേവലോകം അരമന. അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് ആരാന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആരാ? പരിശുദ്ധനായ കല്ലാശ്ശേരി ബാവ, കുറിച്ചി ബാവ. പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് സ്ഥിതിയൻ എന്ന കല്ലാശ്ശേരി ബാവ 1950 പശ്ചാത്തലത്തിൽ
ഇന്ന് മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകത്ത് കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ പണം സ്വരൂപിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം. 1950 പശ്ചാത്തലം, ഇല്ലായ്മകളും അല്ലലുകളുമുള്ള കാലഘട്ടം. അരയൂരി അരിവെച്ച 8ഉം 10ഉം മക്കളുടെയൊക്കെ വയർ നിറക്കുവാൻ വേണ്ടി തത്രപ്പെട്ട് ഓടി നടന്ന നമ്മളുടെയൊക്കെ വല്യമ്മച്ചിമാർ ഉപജീവനത്തിന് വേണ്ടി അരിയളക്കുമ്പോൾ അതിലൊരു പിടി എൻ്റെ സഭയ്ക്കെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ആ പിടിയരി സ്വരൂപിച്ചിട്ടാണ് മലങ്കര സഭയുടെ ആസ്ഥാനത്ത് ഇന്ന് കാണുന്ന ദേവലോകം അരമനയിൽ കാണുന്ന മനോഹരമായ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ പരിശുദ്ധനായ കല്ലാശ്ശേരി ബാബ 1950 പശ്ചാത്തലത്തിൽ പണം സ്വരൂപിച്ചത്. നമ്മളുടെ അമ്മച്ചിമാർ അവർക്ക് ഉപജീവനത്തിന്റെ അംശം മാറ്റിവെച്ച സഭയ്ക്ക്, തലമുറകൾക്ക് സഭയുടെ അനുഭവങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഉപജീവനം മാറ്റിവെച്ച പൂർവിക മാതാപിതാക്കന്മാരുടെ വിശ്വാസം, പ്രിയമുള്ളവരെ, നമ്മളെ വെല്ലുവിളിക്കണ്ടേ? നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ അനുഭവങ്ങളും നമ്മുടെയൊക്കെ നോമ്പിൻ്റെ അനുഭവങ്ങളും എത്രമാത്രമുണ്ട്. അല്പം മുമ്പ് വായിച്ചു കേട്ട സങ്കീർത്തനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അവിടെ പറയുന്നുണ്ട്, എന്താ? രാജാവും ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കുന്ന ഒരു പക്ഷിയെ പറയുന്നുണ്ട്. ഏതാ? മീവൽ പക്ഷിയെ. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ പുത്തൻ തലമുറകൾക്ക് ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ, പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഇടങ്ങൾ ഒരുക്കുവാൻ മാതാപിതാക്കന്മാർക്ക് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിച്ച് നോക്കണം. പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? കുടുംബ പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? പ്രത്യേകിച്ച് പുതുപ്പള്ളിക്കാരൊക്കെ പ്രാർത്ഥന മല്ലന്മാരാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നല്ലയോ? എങ്കിൽ ശരി, ഇവിടെ എല്ലാവരും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ഒന്ന് പരീക്ഷിച്ചേക്കാം. 25 വയസ്സിൽ താഴെയുള്ള ആളുകൾ എൻ്റെ കൂടെ ഒന്ന് പാടാമോ? 25 വയസ്സിൽ താഴെയുള്ളവർ മാത്രം. അതിരാവിലെ തിരുസന്നിധി കണ്ട അമ്മച്ചി 65 കഴിഞ്ഞ് 70 കഴിഞ്ഞു 80ലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴും 25 താഴെയാകാനുള്ള അമ്മച്ചിയുടെ ആഗ്രഹം നല്ലതാ. പക്ഷെ കാലചക്രം അത്രയും അല്ലല്ലോ കടന്നുപോയത് 25 താഴെയുള്ളവർ. കാരണം എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്ങനാ നിങ്ങളുടെ വല്യമ്മച്ചിമാരും വല്യപ്പച്ചന്മാരും ഒക്കെ പണ്ട് പാടിയത്? നിങ്ങൾ പാടുന്നത് ആരാ കേൾക്കേണ്ടത്? എവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുമക്കൾ. ഒന്നുകൂടെ പഠിക്കേ. അതിരാവിലെ 25 താഴെയുള്ളവർ, 25 വയസ്സ് താഴെയുള്ളവർ. ഇനി ചിലവരുടെയൊക്കെ മുഖം പറയുന്നു, എൻ്റെ അച്ഛ, ഞങ്ങളുടെ വീട്ടിലെ പാട്ടുപുസ്തകത്തിൽ ഈ പാട്ട് ഇല്ല, ഇന്നാ പിടിച്ചോ വേറെ പാട്ട്. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ. 25 താഴെയുള്ളവർ ആരുമില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നു, ഒരുത്തൻ പോലും ഉണ്ടോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനകളെ പറ്റി ഇനിയും കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിചാരം. നമുക്കറിയാം, യുദ്ധം ചെയ്യുന്ന ജോഷുവായ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന മോശയുടെ ചിത്രം പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്തളങ്ങളിൽ നാം വായിച്ചിട്ടുണ്ട്. മോശയുടെ കരങ്ങൾ പ്രാർത്ഥന ഉയരുമ്പോൾ ജോഷുവ യുദ്ധത്തിൽ ജയിക്കുകയാ. മോശയുടെ കരങ്ങൾ താഴുമ്പോഴോ ജോഷുവ യുദ്ധത്തിൽ തോക്കുകയാ. പ്രിയമുള്ളവരെ, തലമുറകളിലേക്ക് പ്രാർത്ഥനകളുടെ അനുഭവങ്ങളെ, നാം അറിഞ്ഞ വലിയ സത്യങ്ങളെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധ്യമാവുന്നുണ്ടോ? പാമ്പാക്കോട് നമസ്കാരത്തിൽ ചെല്ലുന്നുണ്ട്, തലമുറയ്ക്ക് കണ്ണാടിയായ പൂർവീക പിതാക്കന്മാർ നീതിസൂര്യനായ ക്രിസ്തുവിനെ എങ്ങനെ ദർശിച്ചുവോ അവനെ അനുകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ്. പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം ചിന്തിക്കണം, തലമുറയ്ക്ക് കണ്ണാടിയായ ഈ മഹാപരിശുദ്ധനായ പിതാവ് എങ്ങനെ നീതിസൂര്യനായ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ശ്രമിച്ചുവോ ആ ജീവിതത്തെ അനുകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന പെരുന്നാൾ ആഘോഷിച്ച് സായുജ്യമടഞ്ഞ് ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും കേമമായിരുന്നു എന്ന് പറയുവാനല്ല പ്രിയമുള്ളവരെ. പരിശുദ്ധനായ ഗീവർഗീസ് സഹദ അന്ധകാരത്തിന്റെ മേൽ, തിന്മയുടെ മേൽ വലിയ ശക്തിയോടുകൂടി നന്മ കൊണ്ട് വിജയിച്ചതിൻ്റെ വലിയ പാഠങ്ങളെ ഏറ്റെടുക്കുവാൻ സാധ്യമാകുന്നില്ല എങ്കിൽ ഈ പെരുന്നാൾ ആഘോഷങ്ങൾക്കൊക്കെ എവിടെയാണ് പ്രസക്തി എന്നുള്ളത് ചിന്തിച്ച് നോക്കണം. ഇന്ന് ഞായറാഴ്ച പോലും
പള്ളി വരുന്ന ആളുകളുടെയൊക്കെ എണ്ണം കുറവാണ്. ഇവിടെ തന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചേ, ഇപ്പോൾ ക്ലാസ്സുകളൊന്നുമില്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികളൊക്കെ വീട്ടിലൊക്കെ സ്വസ്ഥമായിരിക്കുകയാണ്. എത്ര വിദ്യാർത്ഥികൾ ഈ പ്രബോധന ശുശ്രൂഷ ശ്രവിക്കുവാനും നമ്മുടെ ദേവാലയത്തിലെ ആരാധനകളിലേക്കൊക്കെ വരുന്നുണ്ടെന്നുള്ളത് മാതാപിതാക്കന്മാർ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ വരാതെ ട്യൂഷൻ സെൻ്ററുകളിലേക്കും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിലേക്കുമൊക്കെ മക്കളെ പറഞ്ഞയച്ചിട്ട് മാതാപിതാക്കന്മാരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഞായറാഴ്ചത്തെ വിശുദ്ധമായ ബലി എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞായറാഴ്ചത്തെ ട്യൂഷൻ സെൻ്ററുകളുടെയും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെയും ക്രമത്തിനനുസരിച്ച് ഇനിയും പറയാൻ പോകുന്നത് അല്പം വിറങ്ങലോട് മാത്രമേ കേൾക്കാവൂ. വൃദ്ധസദനങ്ങൾ വല്ലാണ്ട് പെരുകുകയാണ്. അതുകൊണ്ട് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, ആരാണ് പരിശുദ്ധൻ, ആരാണ് ശുദ്ധിമാൻ, ആരാണ് വിശുദ്ധനെന്ന് പറഞ്ഞു കൊടുക്കുവാനായി സാധ്യമാകുന്നിടത്താണ് ജീവിതം വലിയ നിയോഗങ്ങൾ സ്നാപകനെ പോലെ ഏറ്റെടുക്കുന്നത്. 20 നൂറ്റാണ്ടുകൾക്കപ്പുറം യോർദാൻ തീരങ്ങളിൽ അലയടിച്ച സ്നാപകന്റെ ശബ്ദം ക്രിസ്തു ദൈവമാണെന്നും മാനസാന്തരത്തിന്റെ ആത്മാവിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ സഭ നമ്മളോട് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. തിരുവചനം പഠിക്കുമ്പോൾ ഓരോ വേദഭാഗങ്ങളും ഓരോ സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒക്കെ പറയുവാൻ ശ്രമിക്കുന്ന ഏറ്റവും അന്തസത്ത, അതിൻ്റെ ആധികാരികമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെ ആണല്ലോ. സമവീക്ഷണ സുവിശേഷകന്മാർ ഈ ആശയത്തെ വിശുദ്ധനായ മത്തായി, മർക്കോസും ലൂക്കോസ് എവങ്കേലിസ്തായും ഒക്കെ ഈ ആശയത്തെ സ്വർഗരാജ്യം എന്ന അനുഭവത്തിൽ സുവിശേഷത്തിലൂടെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ അതിനെ നിത്യജീവൻ, മറ്റ് സുവിശേഷകന്മാർ സമവീക്ഷണ സുവിശേഷകന്മാർ സ്വർഗരാജ്യം എന്ന് പറഞ്ഞതിനെ യോഹന്നാൻ ശ്ലീഹ നിത്യജീവന്റെ അനുഭവങ്ങളെ പറ്റി പറയുവാനായിട്ട് ശ്രമിക്കുന്നു. അത് ലൂക്കോസ് എവങ്കേലിസ്തായുടെ അപ്പോസ്തല പ്രവർത്തികളിലേക്ക് വരുമ്പോൾ രക്ഷീകരണം എന്നുള്ള, രക്ഷപ്പെടണം എന്നുള്ള വലിയ അനുഭവങ്ങളിലേക്ക് വരുന്നു. പൗലോസ് ശ്ലീഹായുടെ റോമാ ലേഖനങ്ങളിലേക്ക് ആ വലിയ അന്തസത്ത വരുമ്പോൾ വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടണം എന്ന വലിയ ആശയങ്ങൾ കൊണ്ട് യോജിപ്പിക്കുകയും എബ്രായ ലേഖനത്തിൽ വിശ്രമത്തിൽ പ്രവേശിക്കുക എന്നൊക്കെ പറയുകയും കിഴക്കൻ സഭകൾ പറയുവാൻ ശ്രമിച്ച ദൈവീകരണം, തയോസിസ് എന്നൊക്കെ പറയുന്നതെല്ലാം സ്വർഗരാജ്യമാണ്. അതിന് മാനസാന്തരത്തിൻ്റെ ആത്മാവിൽ ദൈവീകരായി നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യങ്ങളിലേക്ക് വളരുക എന്നുള്ളതാണ്. ആ വലിയ അനുഭവങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിനെ ഏറ്റെടുക്കുവാൻ, ക്രിസ്തുവിനെ നമ്മുടെ നിയോഗങ്ങളിലൂടെ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുവാൻ സാധ്യമാവണം. ക്രൈസ്തവനെ കണ്ടു കഴിഞ്ഞാൽ പറയണം, എന്താ? ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയണം. പണ്ടൊക്കെ നമ്മുടെ പൂർവിക പിതാക്കന്മാരെ വിളിച്ചിരുന്ന പേര് സത്യക്രിസ്ത്യാനികൾ. ഇന്നോ ക്രിസ്ത്യാനികൾ എന്ന് തന്നെ നമ്മളെ വിളിക്കുന്നുണ്ടോ? കാരണം നമ്മുടെ ജീവിത വിശുദ്ധികൾ പലപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലേ? ഒന്നാമത് സ്നാപകന്റെ നിയോഗം അറിഞ്ഞ അല്ലെങ്കിൽ അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോലാണെങ്കിൽ, രണ്ടാമത് സ്നാപകന്റെ നിയോഗം അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യനാണ്. മൂന്നാമത് സ്നാപക യോഹന്നാന്റെ നിയോഗം അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. എന്താ ഒന്ന് പറഞ്ഞേ? മനുഷ്യൻ. പ്രവാചക ശബ്ദത്തിന്റെ കാലം മൺമറഞ്ഞു എന്ന് പറഞ്ഞ കാലത്ത് ധീരതയുടെ ഗംഭീര ശബ്ദം പേറി പ്രവാചകനായ ലോകരക്ഷകന് വഴിയൊരുക്കുവാൻ യഹൂദ മതതയുടെ മധ്യത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന സ്നാപക യോഹന്നാൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ, അവിഹിത വാഴ്ചകൾക്കെതിരെ, അസഹിഷ്ണുതകൾക്കെതിരെ, അധാർമ്മികതകൾക്കെതിരെ, സർപ്പവിഷത്തിന് തുല്യമായ തകിടം മറിഞ്ഞ വ്യവസ്ഥിതിയുടെ ദുഷിച്ച നീക്കത്തെ ഈ മനുഷ്യൻ വല്ലാണ്ട് വെല്ലുവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നിലനിന്നിരിക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ സ്നാപക യോഹന്നാന് സാധിക്കുന്നു. പരിശുദ്ധനായ ഗീവർഗീസ് സഹദ താൻ ജീവിച്ചിരുന്ന ആ പ്രദേശത്ത് പൈശാചിക ശക്തിയിൽ, അനീതിയുടെ ശക്തിയിൽ മേൽ വലിയ വിജയങ്ങൾ കൈവരിച്ചത് കൊണ്ടാണല്ലോ ആ മനുഷ്യൻ ഇന്നും തേജോമയമായ ഓർമ്മയാകുവാൻ കാരണമെങ്കിൽ, പ്രിയമുള്ളവരെ, അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത്
സ്നാപക യോഹന്നാൻ തൻ്റെ ജീവിതം കൊണ്ട് കാട്ടിത്തരുകയാണ്. നാം അധിവസിക്കുന്ന ഇടങ്ങളിലെ, നാം വസിക്കുന്ന ഗാർഹിക പരിസരങ്ങളിലെയോ സാമൂഹിക ചുറ്റുവട്ടങ്ങളിലെയോ അനീതികൾക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തുവാൻ നമുക്ക് സാധ്യമാവുന്നുണ്ടോ? ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മക്കളെ പോലും ചില സമയത്ത് തിരുത്തുവാൻ പോലും മാതാപിതാക്കന്മാർക്ക് സാധ്യമല്ലാത്ത തരത്തിലേക്ക് നമ്മുടെ കുടുംബജീവിതം തന്നെ മാറിപ്പോകുമ്പോൾ എവിടെയാണ് പ്രിയമുള്ളവരെ അനീതിക്കെതിരെ ഒരു ശബ്ദമായി നിൽക്കുവാൻ, ഒരു ശക്തിയായി നിൽക്കുവാൻ നമുക്ക് സാധ്യമാവുക? ക്രിസ്തുവിലേക്കൊന്ന് നോക്കിയാൽ മതി. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന വിവിധങ്ങളായ അനുഭവങ്ങൾ നമുക്ക് കാണാം. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ സാധിക്കന്മാരുടെ കപടതയുടെ മുഖം മൂടികളെ വലിച്ചു കീറിക്കൊണ്ട് നിലത്ത് മൗനമായി എഴുതുന്നുണ്ട്. ഹെരോദാവിൻ്റെ കുറുക്കത്തരങ്ങളോട് ക്രിസ്തു പ്രതികരിക്കുന്നുണ്ട്. പിതാവിൻ്റെ ആലയത്തെ കച്ചവടവൽക്കരിക്കുന്ന ഇന്നിൻ്റെ ആത്മീയ കച്ചവടങ്ങൾക്കെതിരെ 2000 ഏടുകൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ചാട്ടവാർ എന്തിക്കൊണ്ട് ക്രിസ്തു പ്രതികരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരെ ഒന്ന് പ്രതികരിക്കുവാനായി നമുക്ക് സാധ്യമാവണ്ടേ? മലങ്കര സഭയുടെ പിതാക്കന്മാരുടെയൊക്കെ ജീവിതം നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഇതുപോലെ സമൂഹത്തിൽ നിലനിന്ന അനീതികൾക്കും അധാർമ്മികതകൾക്കുമെതിരെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും ഒരു ഛായാചിത്രം ഇവിടെ ഉണ്ടല്ലോ. ശ്രദ്ധിക്കണം ആ മനുഷ്യനെ. പരിശുദ്ധനായ പരിമല തിരുമേനിയെ പലപ്പോഴും നമുക്കെങ്ങനെയാ 7 നേരത്തെ യാമപ്രാർത്ഥനകളും അതിൻ്റെ ഇരട്ടി രഹസ്യ പ്രാർത്ഥനകളും നടത്തിയ ഒരു പ്രാർത്ഥനാ മല്ലം മാത്രമാണ്. അതൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുമൊക്കെ അതീതമായി ചില സാമൂഹ്യപരമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ, 19-ാം നൂറ്റാണ്ടിൻ്റെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശക്തമായിട്ട് അദ്ദേഹം അടരാടുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തൻ്റെ ഔദ്യോഗിക വസതിയായ പരിമലയിലെ അഴിപ്പുരയ്ക്കുള്ളിൽ പാതിരാത്രിയിൽ ശ്മശാന മുഖമായ അന്തരീക്ഷത്തിൽ മരം പോലും കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിൽ റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ 7 നേരത്തെ യാമപ്രാർത്ഥനകളും ചാണകം മെഴുകിയ തറയിൽ നിന്നുകൊണ്ട് മുട്ടിന്മേൽ നിന്നുകൊണ്ട് അതിൻ്റെ ഇരട്ടി രഹസ്യ പ്രാർത്ഥനകൾ നടത്തിയ ഒരു പ്രാർത്ഥനാ മല്ലൻ മാത്രമായിരുന്നൊന്നുമില്ല. താൻ ജീവിക്കുന്ന ഇടങ്ങളിൽ തൻ്റെ ചുറ്റുവട്ടങ്ങളിലെ അസമത്വങ്ങൾക്കെതിരെ, അനീതികൾക്കെതിരെ ശക്തമായി അടരാടിയ ഒരു മനുഷ്യനാണ് പ്രിയമുള്ളവരെ പരിശുദ്ധനായ പരിമല തിരുമേനി എന്ന് ഈ കാലഘട്ടത്തിൽ പോലും അടയാളപ്പെടുത്തിയിട്ടില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമിതെന്ന് നവോത്ഥാനകാല നായകനായിരുന്ന ശ്രീനാരായണ ഗുരു അരുവിപ്പുരത്തിൻ്റെ അരമതിൽ എഴുതി വെക്കുന്നതിന് മുമ്പ് മലങ്കര സഭയിൽ വിജാതി മിഷൻ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ആക്കം കൂട്ടുകയും ചെയ്ത മനുഷ്യനാണ് പരിമല തിരുമേനി എന്ന് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്ലാസ്സുകളിലൊന്നും നാം ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ. പരിമല തിരുമേനി 7 നേരത്തെ യാമപ്രാർത്ഥനകളും അതിൻ്റെ ഇരട്ടി രഹസ്യ പ്രാർത്ഥനകളും നടത്തിയ പ്രാർത്ഥനാമല്ലം മാത്രമായിരുന്നില്ല. ഇന്ന് ക്രൈസ്തവരായ ആളുകളും ഇസ്ലാമിക സഹോദരങ്ങളും ഇന്നിൻ്റെ അടുത്ത നാളുകളിലെ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ പരിശോധിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കാ എന്ത്? ന്യൂനപക്ഷ അവകാശം, അല്ലയോ? ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റി ക്രൈസ്തവരും ഇസ്ലാമിക സഹോദരങ്ങളുമൊക്കെ ഇന്ന് വാചാലമായി സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളെപ്പറ്റി സംസാരിച്ചൊരു മനുഷ്യനാണ് പ്രിയമുള്ളവരെ പരിശുദ്ധനായ പരിമല തിരുമേനി. തിരുവിതാംകൂർ രാജഭരണം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ സർക്കാരിലുള്ള തൊഴിലുകൾ വിഭാവനം ചെയ്തപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിലുള്ള ജോലികൾ വിഭാവനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാർക്കെതിരെ സമരം ചെയ്യുകയും കൗണ്ടർ മലയാളി മെമ്മോറാണ്ടം എന്ന സമരസമിതിക്ക് രൂപം കൊടുത്ത മനുഷ്യനാണ് പരിമല തിരുമേനി എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ മേൽജാതി എന്ന് പറയുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം പ്രാപ്യമായ കാലഘട്ടത്തിൽ 200-ലധികം പൊതു പള്ളിക്കുടങ്ങൾ പണിത ഭാഗ്യസ്മരണാർഹനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോസ് തിരുമേനിയുടെ സഭയാണ് ഇതെന്ന് നാം മറന്നു പോകരുത്. 27,000 അക്രൈസ്തവരായ ആളുകളുടെ വീട്ടിലേക്ക് ചെന്ന് ശുചീകരണത്തെപ്പറ്റിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെപ്പറ്റിയും പഠിപ്പിച്ച് വൈക്കം സത്യാഗ്രഹത്തിൽ
ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിച്ച പുണ്യശ്ലോകനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയുടെ സഭയാണ് ഇതാ. ദരിദ്രലോകത്ത് ധനവാനായി ജീവിക്കുന്നത് പാപമെന്ന് പറഞ്ഞ ഒസ്താത്യോസ് തിരുമേനിയുടെ സഭയല്ലേ പ്രിയമുള്ളവരെ? ഈ വലിയ നിയോഗങ്ങൾ നമുക്ക് പലപ്പോഴും ഏറ്റെടുക്കുവാൻ സാധ്യമാവുന്നുണ്ടോ? വെള്ളിക്കുരിശുകൾ എനിക്ക് വേണ്ട, പള്ളിക്കുടങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ രണ്ടാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ എന്ന വാകത്താനത്ത് ബാവയുടെ സഭയാണ് ഇതെന്ന് നാം പലപ്പോഴും മറന്ന് പോകുന്നുണ്ട്. ഈ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ, ഈ വലിയ അനുഭവങ്ങളെ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധ്യമാവേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയാണ് സ്നാപക യോഹന്നാൻ ഇന്നിൻ്റെ കാലഘട്ടത്തിലും ജീവിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശലോമിയുടെ നൃത്തച്ചുവടുകൾക്ക് മുമ്പിൽ യോഹന്നാൻ സ്നാപകന്റെ തല വെള്ളിത്താലത്തിൽ അവശേഷിച്ചുവെങ്കിലും ഈ മനുഷ്യനേക്കാളും ചങ്കൂറ്റവും ചങ്കുറപ്പോടുകൂടി ഫിലിപ്പിന്റെ ഭാര്യ ഹെരോദി നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് പറയുവാൻ സ്നാപക യോഹന്നാൻ അല്ലാതെ പിന്നെ ആർക്കാ പ്രിയമുള്ളവരെ ചങ്കൂറ്റമുണ്ടാവുക? ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നാം അധിവസിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ പരിസരങ്ങളിൽ അധാർമികതകളും അസഹിഷ്ണുതകളും ഒക്കെ നടമാടുമ്പോൾ അതിനെതിരെയൊക്കെ ശബ്ദമായി അടരാടുവാൻ നമുക്ക് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. അത് നമ്മളുടെ ആത്മീയതയുടെ വല്ലാത്ത വിഷയമാണെന്ന പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രം, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോൾ അറിയാം, ആത്മീക ജീവിതം, ലൗകിക ജീവിതം എന്ന രണ്ട് ജീവിതമൊന്നും പൗരസ്ത്യ സഭയ്ക്ക്, നമ്മുടെ സഭയ്ക്ക് ഇല്ല. പിന്നെയോ നാം മനസ്സിലാക്കുന്ന നമ്മുടെ സാമൂഹിക ജീവിതം അല്ലെങ്കിൽ ലൗകിക ജീവിതം എന്ന് നാം അടയാളപ്പെടുത്തുന്നതെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കരുതുന്ന സുന്ദരമായ സങ്കല്പമാണ് നമുക്കുള്ളത്. അത് കപ്പദോക്യം പിതാക്കന്മാരുടെ രചനയിൽ നിന്നും മലങ്കര സഭയുടെ പണ്ഡിത ശിരോമണി എന്നറിയപ്പെടുന്ന ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും അക്കലൂത്യ എന്ന സങ്കല്പത്തിലൂടെയാ നമുക്കത് പരിചയപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീക ജീവിതവും സാമൂഹ്യ ജീവിതവും ലൗകിക ജീവിതം എന്ന രണ്ട് തരത്തിലുള്ള ജീവിതമില്ല. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ദേവാലയത്തിൽ വന്ന് ഈ പ്രബോധന ശുശ്രൂഷ കേൾക്കുവാൻ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, അത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ, ഈ ദേവാലയത്തിൽ നിന്ന് പോയി നമ്മുടെ വീട്ടിൽ ചെന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഭാഗമാണ്. വെച്ചൂട്ടിന് വേണ്ടി സഹായിക്കുന്നതും ഈ പെരുന്നാളിൻ്റെ മറ്റ് പല കാര്യങ്ങളിലും ഒക്കെ സഹായിക്കുന്നതും ആ അയൽവക്ക ആളുകളോട് കുശലങ്ങൾ അന്വേഷിക്കുന്നതും ആത്മീക ജീവിതത്തിൽ നമ്മുടെ ഭാഗമായിട്ട്, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അഭേദ്യമായ ഭാഗമായിട്ടാണ് പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഈ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധ്യമാവുന്നുണ്ടോ? ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരികപരമായ രീതിയിലൊക്കെ നമ്മൾ അധിവസിക്കുന്നു, സാമൂഹ്യ പുരോഗതിയൊക്കെ നമുക്കുണ്ട് എന്ന് പറയുമ്പോഴും എത്രമാത്രം സാമൂഹ്യപരമായ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ സ്നാപകൻ്റെ മൂന്നാമത്തെ നിയോഗം, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന മനുഷ്യൻ. നാലാമത് അവസാനമായി അയോഗ്യതകളെക്കുറിച്ച് ബോധ്യമുള്ള മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. എന്താ? അയോഗ്യതകളെക്കുറിച്ച് ബോധ്യമുള്ള മനുഷ്യനാണ്. തൻ്റെ കുറവുകളെപ്പറ്റി ബോധ്യമുള്ളത് കൊണ്ടാണ് ശാലേമിനരികിൽ ഐനോനിൽ നിന്നുകൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, അവൻ വളരണം, ഞാനോ കുറയണം. നമ്മളായിരുന്നെങ്കിലോ അവൻ ഇച്ചിരി കുറഞ്ഞാലും നമ്മൾ ഇച്ചിരി വളരണമെന്ന രീതികളാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മാർക്ക് ലിസ്റ്റുമായിട്ടൊക്കെ വരും. മെയ് 10-15 ആകുമ്പോഴത്തേക്ക് മാർക്ക് ലിസ്റ്റുമായിട്ട് വരും, 10ലും +2ലും ഒക്കെ. ആദ്യമേ എന്താ നമ്മൾ അന്വേഷിക്കുന്നത്? എന്താ എൻ്റെ കുഞ്ഞിൻ്റെ കഴിവിനപ്പുറം മാർക്കുകൾ അവന് കിട്ടിയോ എന്നുള്ളതാണോ? അതോ തൊട്ടപ്പുറത്തുള്ള കൊച്ചിനേക്കാളും കൂടുതലുണ്ടോ കുറവാണോ എന്നുള്ളതാ നമ്മുടെ പലപ്പോഴും ശ്രദ്ധ. അപ്പോഴെങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുറവുകളെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടാവുക? അവൻ വളരണം, ഞാൻ കുറയണമെന്നാൽ എൻ്റെ ഉള്ളിലെ സ്വാത്വികപരമായ ഞാനെന്ന ഭാവം, അഹംഭാവം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാ. എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ
ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവീകപരമായ കാര്യങ്ങളിൽ നിന്നും എന്നെ അകറ്റുന്നത് എന്താണ്? അല്ലെങ്കിൽ ദൈവപരമായി അടുത്ത് വരുമ്പോൾ എൻ്റെ ദൈവികപരമായ അനുഭവത്തിൽ എന്നെ അകറ്റുന്നത് എന്താണ്? ഗീവർഗീസഹതയുടെ പെരുന്നാളിന് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ? ആ മനുഷ്യൻ സഹതാമരണം പ്രാപിച്ചല്ലേ? ആണോ? സഹതാമരണം പ്രാപിച്ച ഗീവർഗീസഹതയുടെ പെരുന്നാളുകൾക്ക് വരുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രാർത്ഥനകളുടെ മുറിവാചകങ്ങൾ എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഗീവർഗീസഹതയുടെ മധ്യസ്ഥതയാൽ ഞാൻ എന്തപേക്ഷിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും വരരുത് എന്ന് ഗീവർഗീസഹതയുടെ മധ്യസ്ഥയിൽ നമ്മൾ അഭയപ്പെടും. സഹനത്തിൻ്റെ വലിയ പുരുഷനായ ഗീവർഗീസഹതയുടെ മധ്യസ്ഥതയിൽ നമ്മൾ അപേക്ഷിക്കുന്നത് എന്താ? സഹനങ്ങൾ ഇല്ലായ്മ ചെയ്യണമേ എന്നുള്ളതാ. എന്തൊരു പൊരുത്തക്കേടാ പ്രിയമുള്ളവരെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവികപരമായ അനുഭവത്തിൽ വളരുവാനായി സാധ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും വലിയവനാണ് സ്നാപകൻ. എന്നിട്ടും ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത് എന്താ? അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ക്രിസ്തുവിനെ യഥാർത്ഥ തലത്തിൽ അവൻ്റെ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തുവാനായിട്ട് സ്നാപകൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവനാരാണെന്നും ഞാൻ എത്രമാത്രം കുറഞ്ഞവനാണ്, ഇത്രമാത്രം എനിക്കും ചില യോഹന്നാനും ചില ശിഷ്യന്മാരും ഒക്കെയുണ്ട്, അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒക്കെ ആയിരിക്കുമ്പോഴും ഞാൻ ഒന്നുമല്ല, എൻ്റെ ഭാവം കുറയണം, ഞാനെന്ന ഭാവം കുറയണം, അവൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് അവന് വഴിയൊരുക്കുക എന്ന് മാത്രമാണ് എൻ്റെ നിയോഗം. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധ്യമാവുമോ? ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് സാധ്യമല്ല പ്രിയമുള്ളവരെ. ചിന്തിക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ യഥാർത്ഥപരമായി അടയാളപ്പെടുത്തുവാനായിട്ട് സ്നാപകൻ തന്നാലാവും വിധം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തുവിനെ അവൻ്റെ കാലഘട്ടത്തിൽ പോലും ആരും മനസ്സിലാക്കുന്നില്ല. സ്നാപകൻ ഇത്രമാത്രം തീപ്പൊള്ളലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ജനത്തിന് പരിചയപ്പെടുത്തുന്ന ക്രിസ്തു വന്നപ്പോൾ ഇവനാണോ സ്നാപകൻ പറഞ്ഞ ആളുകളെന്ന് പോലും ചില ആളുകൾക്ക് സംശയമുണ്ടെന്ന വേദഭാഗത്തിൽ നാം വായിക്കുന്നത്. ഇവനാര്? അവൻ്റെ കാലഘട്ടം അവനോട് വല്ലാണ്ട് ചോദിച്ച ചോദ്യം അതാ. അവൻ്റെ അസാധാരണമായ ജനനത്തിൽ തുടങ്ങിയതാണ് എന്ത്? ഇവൻ ആരെന്ന് ക്രിസ്തുവിനെ പറ്റി ചോദിക്കുന്നത്. സിനഗോഗിൽ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നു, ഇത്ര അധികാരത്തോടെ പ്രസംഗിക്കുന്ന ഇവൻ ആര്? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ തന്നെ ചോദിക്കുന്നു, കാറ്റും കടലും പോലും ശാന്തമാക്കുവാൻ ഇവൻ ആര്? വിചാരണവേളയിൽ മഹാപുരോഹിതന്മാർ ചോദിക്കുന്നു, നീ ആര്? ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്നാണ് വിളിക്കുന്നത്? അപ്പോൾ ശിഷ്യന്മാർ, നീ യോഹന്നാനെ പോലെ ഒരു വിപ്ലവകാരിയായിരിക്കാം, നീ ഏലിയാവിനെ പോലെ വിമർശനാത്മകപരമായി പ്രസംഗിക്കുന്നവനായിരിക്കാം, നീ യെരമ്യാ പ്രവാചകനെ പോലെ ജനത്തിൻ്റെ മുഖമേറ്റെടുക്കാൻ വന്നവനായിരിക്കാം, ആരാണ്ടൊക്കെ പോലെയോ ഒരുവനെന്ന് മാത്രമാണ്. അവനെ യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത് ആരാ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ എന്ന് പറയുവാനുള്ള വലിയ ഉത്തരവാദിത്തങ്ങളാണ് പ്രിയമുള്ളവരെ അവൻ്റെ ശിഷ്യൻ ഏറ്റെടുക്കുന്നത്. ഈ വലിയ നിയോഗങ്ങൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത് ക്രൈസ്തവരായ ഞാനും നിങ്ങളുമൊക്കെയാ. നമ്മുടെ ജീവിതം കൊണ്ട് ഇത് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഗാർഹിക പരിസരങ്ങളിൽ ഇന്ന് പല കുടുംബജീവിതങ്ങളും അസ്വസ്ഥമല്ലയോ? ആണോ? 3-4 വർഷമായുള്ളൂ കുടുംബജീവിതം നയിക്കുവാനായിട്ട് തുടങ്ങിയിട്ട്. എങ്കിലും പലരുടെയും കുടുംബജീവിതം കാണുമ്പോഴും എൻ്റെ തന്നെ കുടുംബജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഞാനെന്ന ഭാവം കുടുംബജീവിതത്തിൽ കൂടുന്നത് കൊണ്ടാണ് പല കുടുംബജീവിതങ്ങളും അസ്വസ്ഥമാകുന്നത്. അതുകൊണ്ട് എൻ്റെ പുതുപ്പള്ളിക്കാരോട് കുടുംബജീവിതം വിജയിപ്പിക്കുവാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക്: ഡോണ്ട് ടേക്ക് അവർ സെൽഫ് ടു സീരിയസ്ലി. ഡോണ്ട് ടേക്ക് അവർ സെൽഫ് ടു സീരിയസ്ലി. നമ്മളെ വലിയ വില കൊടുക്കാതിരിക്കുക. അതാ കുടുംബജീവിതം അസ്വസ്ഥമാകുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്താടി നീ ചെയ്യാഞ്ഞത്? ഞാൻ വെച്ച റിമോട്ട് ആരാ ഇവിടുന്ന് മാറ്റിയത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഇന്ന് നീ ചെയ്യാഞ്ഞത്?
ഞാൻ പറഞ്ഞ എനിക്കിഷ്ടമുള്ള കറികൾ എന്താ നീ ഉണ്ടാക്കാഞ്ഞത്? ഇതല്ലേ പലപ്പോഴും ഗാർഹിക പശ്ചാത്തലം അസ്വസ്ഥമാകുവാനുള്ള ഒരു കാരണം. ഞാനെന്ന ഭാവങ്ങൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ പെരുകുകയാണ്. എൻ്റെ ഭാവം കുറയുവാൻ സ്നാപകൻ നമ്മളോട് പറയുകയാണ്. ഞാനെന്ന ഭാവം കുറഞ്ഞുകൊണ്ട് എന്നിലെ ദൈവിക ഭാവത്തെ വളർത്തുവാനുള്ള വലിയ ഓർമ്മപ്പെടുത്തലുകളുമാണ് സ്നാപകന് ഉണ്ടായിരിക്കുന്നത്. ആ വലിയ നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധ്യമാവണം. ചില കുറവുകൾ, ചില വീഴ്ചകളൊക്കെ നമുക്ക് വരാം. പക്ഷേ എഴുന്നേൽക്കുവാൻ സാധ്യമാവണം. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാനെന്ന ഭാവങ്ങളുമായി ജീവിച്ച് പല അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ എന്ത് സാധിക്കണം? എഴുന്നേൽക്കുവാൻ സാധ്യമാവണം. 2004 ഒളിമ്പിക്സ്, നിങ്ങൾക്കറിയാം ഒളിമ്പിക്സ് എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ്. 2004 ഒളിമ്പിക്സിലെ ഒരു ഇനമാണ് മാരത്തോൺ. എന്താ മാരത്തോൺ? ദീർഘദൂര ഓട്ട മത്സരമാണ്. പ്രത്യേകിച്ച് ഒളിമ്പിക്സിൽ ഈ മാരത്തോണിൻ്റെ ദൂരം 42 കിലോമീറ്ററാണ്. ലോകത്തിലെ 57 രാജ്യങ്ങളിൽ നിന്നും 101 മത്സരാർത്ഥികളാണ് 2004 ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. മത്സരം ആരംഭിച്ചു. മത്സരം അവസാനിക്കുവാൻ തുടങ്ങുമ്പോൾ ബ്രസീലിൻ്റെ ഓട്ടക്കാരനായ വാണ്ടർ ഡി ലീമ എന്ന ഓട്ടക്കാരന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് തൻ്റെ രാജ്യത്തിന് വേണ്ടി സ്വർണം മേടിക്കുവാൻ വെറും 50-60 മീറ്റർ മാത്രം. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയുടെയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന യൂറോപ്പിൻ്റെ ഓട്ടക്കാരൻ ഏറെ കാതമകലെയാണ്. ഇനി ഒരു കാരണവശാലും വാണ്ടർ ഡി ലീമ എന്ന ബ്രസീലിൻ്റെ ഓട്ടക്കാരന് തൻ്റെ സ്വർണം നഷ്ടമാവുകയില്ല. ഇനി നടന്നു പോയാലും ഈ മനുഷ്യന് 1ാം സ്ഥാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. തൻ്റെ രാജ്യത്തിന് വേണ്ടി സ്വർണം കരഗതമാക്കുവാൻ കിട്ടിയ അസുലഭമായ നിമിഷം. 2-2.5 മണിക്കൂറുകൾ നീണ്ട ഈ വലിയ ഓട്ട മത്സരത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ വാണ്ടർ ഡി ലീമ ഇങ്ങനെ ഓടുമ്പോൾ ഗാലറിയിൽ നിന്നും ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ വന്ന് വാണ്ടർ ഡി ലീമയെ തൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. എന്നിട്ടോ ഗാലറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വാണ്ടർ ഡി ലീമ ഒത്തിരിയേറെ പണിപ്പെട്ട് നോക്കി ഈ മനുഷ്യൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒന്ന് മോചിതനായിട്ട് ട്രാക്കിലേക്ക് വന്ന് ഓടുവാൻ. പക്ഷേ സാധ്യമാവുന്നില്ല. അത്രമാത്രം ശക്തമായിട്ടാണ് ഈ ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ ഈ വാണ്ടർ ഡി ലീമയെ പിടിച്ചിരിക്കുന്നത്. ഇത് അവസരമായി കരുതി തൊട്ട് ഏറെ കാതം അകലെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ഓട്ടക്കാരൻ ഏറ്റവും ശക്തമായി ഓടി വാണ്ടർ ഡി ലീമയ്ക്ക് കിട്ടേണ്ട 1ാം സ്ഥാനം സ്വർണം തൻ്റേതല്ലാത്ത കുറ്റത്താൽ അമേരിക്കയുടെ ഓട്ടക്കാരൻ സ്വന്തമാക്കുന്നു. എന്നാൽ പോട്ടെ, 2ാം സ്ഥാനം വെള്ളിയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. ഇല്ല, അതും മുതലാക്കി യൂറോപ്യനായ ഓട്ടക്കാരനും 2ാമത് ഫിനിഷ് ചെയ്യുന്നു. അപ്പോഴാണ് ഗാലറിയിൽ നിന്നും സുരക്ഷാ സേന ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഈ മനുഷ്യൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിൽ നിന്നും വാണ്ടർ ഡി ലീമയെ മോചിപ്പിച്ചിട്ട് എവിടെ കൊണ്ടുവരികയാ? ഓട്ടക്കളത്തിലേക്ക് കൊണ്ടുവരികയാ. പിന്നെ വാണ്ടർ ഡി ലീമ ഓഡിയോ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 2004 ഈ ഒളിമ്പിക്സിൻ്റെ ചിത്രം. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലോ സഹപാഠ്യ മത്സരത്തിനൊരു ഫസ്റ്റ് സെക്കൻഡ് ആയാലോ, സെക്കൻഡ് ഒന്ന് തേർഡ് ആയാലോ എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടാക്കും. അവരെ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും. അടുത്ത നാളുകളിലെ കുറേയേറെ സഹപാഠ്യ മത്സരത്തിന് മാർക്കിടുവാൻ പോയതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് സൺഡേ സ്കൂളിൽ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് ആയാൽ, സെക്കൻഡ് ഒന്ന് തേർഡ് ആയാൽ എന്തും വേണ്ടി അസ്വസ്ഥതകളുടെയും നല്ലതല്ലാത്ത വാക്കുകളുമൊക്കെയാണ് ദേവാലയത്തിൻ്റെ ഉള്ളറകളിൽ വെച്ച് തന്നെ സംസാരിക്കുക. എന്നിട്ടോ അടുത്ത ഞായറാഴ്ച ചെന്നിട്ട് ഈ ദൈവം ക്ഷമയാണ്. ഇവിടെ പ്രിയമുള്ളവരെയും വാണ്ടർ ഡി ലീമ അസ്വസ്ഥനായില്ല. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ കരഞ്ഞ് ആ പരിസരം മുഴുവനും വഷളാക്കിയേനെയും വാണ്ടർ ഡി ലീമ അസ്വസ്ഥനാകാതെ യൂട്യൂബിൽ നോക്കിയാൽ ആ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് കാണാം. വാണ്ടർ ഡി ലീമ പിന്നെ ഓടിയത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ചിത്രശലഭത്തെ കണക്കെ തൻ്റെ കൈ ഇങ്ങനെ വിരിച്ച് പിടിച്ച് ചിറകടിക്കുന്നത് പോലെ കാണിച്ച്
ഗാലറിയോട് ആയിരക്കണക്കിന് ആളുകൾ നോക്കി പാർക്കുന്ന ഈ ഒളിമ്പിക്സിന്റെ ഗാലറിയോട് കരഘോഷം മുഴക്കുവാനായി തൻ്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് സന്തോഷിച്ചാർത്തുല്ലസിച്ച് ഈ മനുഷ്യൻ ഓട്ടം പൂർത്തീകരിക്കുകയാണ്. തൻ്റേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് സ്വർണവും വെള്ളിയും ഒക്കെ നഷ്ടപ്പെട്ടുവെങ്കിലും മൂന്നാമത് വെങ്കല മെഡൽ കൊണ്ട് 2004 ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് തൃപ്തി അടയേണ്ടി വന്നു. തോറ്റുപോയൊരു മനുഷ്യൻ, വീണുപോയൊരു മനുഷ്യൻ അല്ലേ? പക്ഷേ 2004 ഒളിമ്പിക്സിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായി ബെസ്റ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റിനുള്ള അവാർഡ് ആ വർഷം ആർക്കാ ലഭിച്ചത്? വാണ്ടഡ് ഡി ലീമ എന്ന ഓട്ടക്കാരന്. വർഷങ്ങൾ കഴിഞ്ഞു, കൃത്യം പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞു. 2014 ഒളിമ്പിക്സ്, ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിൽ വെച്ച് നടന്ന ആദ്യ ഒളിമ്പിക്സ്, ബ്രസീൽ ആതിഥേയത്വമരുളിയ ഒളിമ്പിക്സ്. ആ ഒളിമ്പിക്സിൻ്റെ പേര് പറയാമോ? എൻ്റെ അച്ഛ. സങ്കീർത്തനം 23 പാഠപുസ്തകത്തിൻ്റെ കുത്തിക്കെട്ടുകളും അല്ലാതെ ഞങ്ങൾ ഒന്നും വായിക്കുകയില്ല അച്ഛ. റിയോ ഒളിമ്പിക്സ് ചിന്തിച്ചു നോക്കണം. ബ്രസീൽ ആതിഥേയത്വമരുളിയ ഈ ഒളിമ്പിക്സിന്റെ ദീപശിഖ തെളിച്ചതാരാ? തൻ്റെ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ 5, 6, 7 സ്വർണങ്ങൾ സ്വന്തമാക്കിയ കായിക പ്രതിഭകളെ വാർത്തെടുത്ത രാജ്യമാണ് ബ്രസീലെങ്കിലും അവരാരുമായിരുന്നില്ല 2014 ലാറ്റിൻ അമേരിക്കയുടെ മണ്ണിൽ വെച്ച് നടന്ന ബ്രസീൽ ആതിഥേയത്വമരുളിയ ഒളിമ്പിക്സിനെ ദീപശിഖ തെളിച്ചത്. പണ്ട് കൃത്യം പറഞ്ഞാൽ 10 വർഷം മുന്നേ തോറ്റുപോയ വാണ്ടഡ് ഡി ലീമ എന്ന ഓട്ടക്കാരനായിരുന്നു ഈ ദീപശിഖ തെളിച്ചത്. അപ്പോൾ ലോകം നമ്മളോട് പറയുവാൻ ശ്രമിക്കുകയാണ്, ഈ ലോകം തോറ്റുപോയവൻ്റേതും കൂടെയാണ്, ഈ ലോകം വീണുപോയവൻ്റേതും കൂടെയാണ്. ചിലതിനോടൊക്കെ നമുക്കൊരു ഉത്തരമുണ്ട്. ഭാര്യ പറയുമ്പോൾ ഭർത്താവിന് ചില ഉത്തരങ്ങളൊക്കെ ഉണ്ട്, ഭർത്താവ് പറയുമ്പോൾ ഭാര്യയ്ക്ക് ചില ഉത്തരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് മൗനമാവുക. എന്തിനു വേണ്ടിയാ? ഒരു വീട്ടിലെ ഒരു നേരത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്തുവാതിരിക്കുവാൻ എനിക്കുത്തരമുണ്ട്, പക്ഷേ ഞാനങ്ങ് മൗനമാകുന്നു. ദേവാലയത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാ നമ്മളൊന്ന് നിൽക്കുന്നത്? പുതുപ്പള്ളിയുടെ ഉള്ളറകളിൽ ഞായറാഴ്ചത്തെയും മറ്റ് കൗദാശിക അനുഭവങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് നോക്കിയാൽ എങ്ങനെയാ? മൊറാവോസന്മാരും ഹൈലേമാരും നിങ്ങളുടെ ആ കൈകൂപ്പി സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭക്തിപൂർവ്വം ഇവിടെ വന്ന് നിൽക്കുന്നത് എങ്ങനെയാ? മൊറാവോസന്മാരും ഹൈലേന്മാരും സ്രോപ്പേന്മാരും ഔദുബേന്മാരും റീസനുവോസന്മാരും സുൽത്താനുമാരും നിങ്ങളുടെ തലയ്ക്കു ചുറ്റും ഇങ്ങനെ ഊളിയിട്ട് പറക്കുന്ന രീതിയിലെ ഭക്തിയിലാണ് വന്ന് നിൽക്കുന്നത്. ആ ശരീരഭാഷയൊക്കെ കാണണം, എത്രമാത്രം ഭക്തിയിലാണ്. വീട്ടിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞത് പ്രിയമുള്ളവരോട്? ഇവിടെ വന്നിട്ട് സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും ശബ്ദങ്ങളൊക്കെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് പൊഴിക്കും. എന്നിട്ടോ ഈ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴോ പ്രിയമുള്ളവരെ അടയാളപ്പെടുത്തുന്നത് എന്താ? അയ്യോ പറയണ്ട, നാളത്തെ പ്രബോധന ശുശ്രൂഷ വേണ്ടെന്ന് തന്നെ വെക്കും. ചിന്തിച്ചു നോക്കണം. നമ്മുടെ കുറവുകളെപ്പറ്റി യഥാർത്ഥപരമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാവണ്ടേ? നമ്മുടെ കുറവുകളെപ്പറ്റി ബോധ്യമുള്ളപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹമാവുന്നത്. അപ്പോൾ സ്നാപക യോഹന്നാൻ 4 നിയോഗങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുവാനായിട്ടാണ് ഈ സന്ധ്യ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുവാൻ ശ്രദ്ധിച്ചത്. ഒന്നാമത് സ്നാപകന്റെ നിയോഗം, അധരവും ഉദരവും തുറന്ന സ്വർഗീയന്റെ താക്കോൽ. 2 അറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് പകർന്ന മനുഷ്യൻ. 3 അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയ മനുഷ്യൻ. 4 അയോഗ്യതകളെക്കുറിച്ച് ബോധ്യമുള്ള മനുഷ്യൻ. നമ്മുടെ കുറവുകളെപ്പറ്റി ബോധ്യത്തോടുകൂടി ദൈവിക ഭാവത്തിൽ വളരുവാൻ ഈ പെരുന്നാളിൻ്റെയും ഈ പ്രബോധന ശുശ്രൂഷയ്ക്കും ആവേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇങ്ങനെ നല്ലൊരു അവസരം തന്ന വൈദിക ശ്രേഷ്ഠരോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ദൈവനാമം മാത്രം മൗത്തീകരിക്കപ്പെടട്ടെ.